കാരവാൻ യാത്രയ്ക്ക് ആദ്യത്തെ ഒരു യൂറോപ്പ് സന്ദർശനം കഴിഞ്ഞതിന് ശേഷമാണ്. ആദ്യമേ നമുക്ക് പിന്നീട് കാണാമെന്ന് ഓർത്ത് ചുമ്മാ വാലും മുറിയൊന്നും ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിടും. അങ്ങനെയൊക്കെയായിരുന്നു. മെമ്മറീസ് മാത്രമായിരുന്നു. എല്ലാ ക്ലിപ്പുകളും കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്ത് എടുത്തു വെറുതെ കിട്ടും. പിന്നെ അത് പ്രൈവറ്റ് ആയിരുന്നല്ലേ? പ്രൈവറ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഇടയ്ക്ക് ഞാൻ ശ്രമിക്കാറുണ്ട്. ലൈഫിൽ പുതിയൊരാളും കൂടെ വന്നു. ആളുടെ ആവശ്യം കൂടെ നോക്കിയിട്ടാണ് ഇത്തവണ നാട്ടിലേക്ക് വരുന്നത്. മാമൂസയാണ്. ഹലോ. എനിക്കൊന്ന് വാവനെ ഭയങ്കര കാര്യമാണ്. അവര് ടേക്ക് കെയർ ചെയ്യുന്ന കാണും 3 പേരും ഭയങ്കരമായിട്ട് അവർക്ക് എക്സ്ട്രാ 2 അമ്മമാരെ കിട്ടിയ പോലെ തന്നെ അല്ലേ. ഞങ്ങൾ വീഡിയോ കണ്ടായിരുന്നു. കൊച്ചു നല്ലൊരു ഫാമിലിയിലാട്ടോ വന്നത്. വൈറൽ വീഡിയോ ആയിരുന്നു. ചോദിച്ചു മേടിച്ച ബേബിയാന്ന് ഞങ്ങള് പറയും. ബ്രദർ വേണം ബ്രദർ. എനിക്ക് പിന്നെ പേടിയായിപ്പോ എങ്ങനെ സിസ്റ്റർ ആണിയപ്പോ ഇവന് ഇഷ്ടത്തില്ല എന്നുള്ള രീതിയില്. അല്ല പിന്നെ അതായത് അവനെ പറഞ്ഞ സമയത്ത് നമ്മുടെ ക്യാമറ ഓൺ ആയതുകൊണ്ട് എടുത്തതാണ്. ഇങ്ങനെ ചില നിമിഷങ്ങളൊക്കെ നമ്മൾ അറിയാണ്ട് കിട്ടും. അല്ലാണ്ട് പർപ്പസ്ഫുള്ളി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ അവൻ ആ സമയത്ത് പറഞ്ഞപ്പോൾ ഭയങ്കര കൗതുകം തോന്നി പോസ്റ്റ് ചെയ്തു. ചില കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യാറില്ല. അപ്പൊ ഈ ടിപ്പിക്കൽ നമ്മുടെ ഒരു ഇടുക്കിക്കാരൻ നമ്മള് ഫിൻലാൻഡ് മല്ലു ആവുന്ന ഒരു ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, അത് എത്രത്തോളം എളുപ്പമായിരുന്നു? അതായത് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യാതിരുന്ന ആളൊന്നും അല്ല. ചിക്കുവാണ് പണ്ട് ടിക്ടോക്കിൽ ചുമ്മാ പാട്ടൊക്കെ പാടുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം എന്നെ പിടിച്ച് ക്യാമറയ്ക്ക് നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഫിൽറ്റർ കിട്ടിയപ്പോൾ എന്നെ കുറച്ചും കൂടെ അത് മാത്രമല്ല, പണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഭയങ്കര മോഹമായിരുന്നേ. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഓഡീഷന് വേണ്ടി തിരുവനന്തപുരത്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പടം വേറെയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് അവിടുന്ന് പോന്നു. അങ്ങനെ ചെറുപ്പത്തിലാണ് മോശമായ ഇതൊക്കെ ആയിരുന്നു ആ സമയത്ത്. നമുക്കറിയത്തില്ലോ. അപ്പോൾ അതിന് ശേഷം തിരുവനന്തപുരമൊക്കെ പോയി കണ്ടതിന് ശേഷം തിരിച്ചു വന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഇൻഫർമേറ്റീവ് വീഡിയോസ് ഒത്തിരി പേര്, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫിൻലൻഡിൽ പോയത് പറ്റിക്ക് പോയിട്ട് പോയതാണ്. ആദ്യമായിട്ട് പോയപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഫിൻലൻഡിൽ എത്തിപ്പെട്ടതാണ്. അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് ഫിൻലൻഡിൽ എത്തുന്നത് ചോദിക്കും. അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് മറുപടി കൊടുത്ത് മടുത്ത് കഴിഞ്ഞ സമയത്താണ് ഇൻഫർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് പിന്നെ ഇപ്പൊക്കെ ഫാമിലി വീഡിയോസ് ഇടയ്ക്ക് വരും. കൂടുതലും നമുക്ക് ഇഷ്ടപ്പെട്ട വൈബിൽ എന്തെങ്കിലും സാധനം കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇപ്പം എന്താ അവിടെ ചെയ്യുന്ന ജോലി? ഞങ്ങൾ രണ്ടുപേരും ഹെൽത്ത് കെയർ ഫീൽഡിലാണ്. ചിക്കു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, ഞാൻ ഹോം കെയറിൽ ജോലി ചെയ്യുന്നു. അപ്പൊ അവിടെ പോയി ചതിക്കപ്പെട്ട് വീണ്ടും നിങ്ങള് പഠിക്കണമായിരുന്നു. അത് നമുക്ക് ജോലി പ്രോമിസ് ചെയ്തിട്ടായിരുന്നു അവർ കൊണ്ടുപോയത്. അപ്പം കല്യാണം കഴിഞ്ഞ ഉടനെയാണ് പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരുമിച്ച് പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഹസ്ബൻഡിനും വരാൻ പറ്റും അല്ലേ, സെയിം ടൈമില്. അങ്ങനെ എല്ലാം പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ കൊണ്ടുപോയവരെ കാണാനില്ലായിരുന്നു. ഒരു മുങ്ങി. ഞങ്ങൾ ജോലി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയി അവർ ഫ്രീ അക്കോമഡേഷനും ഫുഡൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് അവിടുത്തെ ഫിൻലൻഡിലെ കോളേജിൽ ആളുകൾക്ക് കൊടുക്കുന്ന ഇതുണ്ടല്ലോ, ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആ സംഭവമായിരുന്നു. എന്നിട്ട് അവിടുത്തെ ഒരു സ്കൂളിൽ കൊണ്ടുപോയി ഞങ്ങളെ ചേർത്തു. അവരുടെ സ്കൂളിൻ്റെ ഹോസ്റ്റലായിരുന്നു അവർ പറഞ്ഞ ഫ്രീ അക്കോമഡേഷൻ. പിന്നെ ഒരു 3 മാസം എടുത്ത് ഞങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്. ഞങ്ങളൊരു 5-6 പേരുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. എന്നിട്ട് അവിടെ പഠിച്ചു. പിന്നെ ഇംഗ്ലീഷ് മതി എന്ന് പറഞ്ഞാൽ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇംഗ്ലീഷ് കൊണ്ട് ഒറ്റ ഉപകാരമില്ല. അവിടെ ഇംഗ്ലീഷ് അറിയുന്നവർ പോലും ഇംഗ്ലീഷ് പറയില്ല. ഫിന്നിഷാണ് അവരുടെ നേറ്റീവ് ലാംഗ്വേജ്. പിന്നെ ചില സൈഡിലൊക്കെ സ്വീഡിഷ് കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് രണ്ടും വേണം നമുക്കവിടെ.